ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു എഗ് പനീർ റൈസ് ഉണ്ടാക്കിയാലോ. ഒരു സിമ്പിൾ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്ത പനീർ നമ്മൾ 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും ഒരു മുട്ട ഒഴിച്ച് കൊടുക്കണം. ഈ മുട്ടയ്ക്കകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നന്നായിട്ട് മുട്ടയൊന്ന് ചിക്കിയെടുക്കണം. ഈ ചിക്കിയെടുത്ത മുട്ട നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറിട്ട് ഈ ബട്ടറൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലോട്ട് പനീർ ഇട്ട് കൊടുക്കണം. പനീറിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ബട്ടറോ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് പനീർ ഫ്രൈ ചെയ്തെടുക്കാവേ. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനായതുകൊണ്ടാണ് ഞാനിവിടെ ബട്ടർ തന്നെ എടുത്തത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പം നമ്മുടെ പനീറൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ പനീർ ഫ്രൈ ആക്കിയതിന് ശേഷം അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ടിട്ട് അതുകൂടി നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സവാളയിൽ നന്നായിട്ട് ഈ മുളകൊക്കെ പിടിക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന പനീർ അതിലോട്ട് ഇട്ട് കൊടുക്കണം. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മുട്ടയും കൂടി ഇട്ട് കൊടുക്കണം. മുട്ടയും നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ പനീറും സവാളയും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചോറിട്ട് കൊടുക്കണം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ട്. അപ്പോൾ നമുക്ക് ചോറും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് കൂടെ ഇട്ട് ഈ ചോറും പനീറും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ് പനീർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.